നമസ്കാരം. പ്രധാന വാർത്തകൾ. നാടിനെ ഞെട്ടിച്ച വെഞ്ഞാറമൂട് കൂട്ടക്കുരുതി എന്തിന്? ദുരൂഹത തുടരുന്നു. പ്രതിയുടെ മൊഴികളിൽ വൈരുദ്ധ്യം. 5 പേരെ കൊലപ്പെടുത്തിയ അഫാൻ ലഹരി ഉപയോഗിച്ചിരുന്നുവെന്ന് പോലീസ്. അമ്മയുടെ മൊഴിയെടുത്തേക്കും. കാട്ടുപന്നിയെ ഉന്നമിട്ട് വെച്ച വെടികൊണ്ടത് ട്രാൻസ്ഫോമറിൽ. മണ്ണാർക്കാട് ട്രാൻസ്ഫോമർ തകരാറിലായി. രാത്രി വരെ വൈദ്യുതിയില്ലാതെ നാട്ടുകാർ. നിർമ്മാണത്തിലെ അപാകത. കുണ്ടന്നൂർ മേൽപ്പാലത്തിൽ അപകടം പതിവ് കാഴ്ച. അപ്രോച്ച് റോഡ് താഴുന്നു. ഇരുചക്ര വാഹനങ്ങൾക്ക് അപകടക്കെണി. പുലിയെ മാത്രം പേടിച്ചാൽ പോരാ, വനം വകുപ്പിനെയും സൂക്ഷിക്കണം. കാസർകോട് കൊളത്തൂരിൽ കൂട്ടിൽ കുടുങ്ങിയ പുലിയെ വിട്ടെന്ന് പരാതി. ജനവാസ മേഖലയിൽ പുലി ഇറങ്ങുമെന്ന പേടിയിൽ നാട്ടുകാർ. വിശദമായി നോക്കാം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച പോലീസ്. 5 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലാകും അന്വേഷണം. കൊലപാതകത്തിന്റെ കാരണം കണ്ടെത്തുകയാണ് പോലീസിന് മുന്നിലെ പ്രധാന വെല്ലുവിളി. കൊല്ലപ്പെട്ടവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോഴും തുടരുകയാണ്. അതേസമയം ഗുരുതരമായി പരിക്കേറ്റ പ്രതിയുടെ മാതാവ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. പ്രതി അഫാനെ മെഡിക്കൽ കോളേജിലെ പ്രത്യേക സെല്ലിലേക്ക് മാറ്റിയിരിക്കുന്നു. അഭിലാഷ് ചേരുന്നു. ആദ്യം കൂടുതൽ വിവരങ്ങളുമായി അഭിലാഷ്, ഏറ്റവും പ്രധാനമായി അറിയേണ്ടത് ഈ കേസുമായി ബന്ധപ്പെട്ട പുതിയ വിശദാംശങ്ങൾ എന്തെന്നാണ്? അതേസമയം തന്നെ ഇതുവരെ ഒരു 23-കാരൻ കയ്യറപ്പില്ലാതെ ചെയ്ത ഈ ക്രൂര കൊലപാതകത്തിന്റെ ഞെട്ടൽ മാറിയിട്ടില്ല ഈ നാടിനിതുവരെ. ഭവ്യ, വെഞ്ഞാറമൂടിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയാണ്. അത് കൊലപാതക പരമ്പര തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം സംഭവിച്ചിട്ടുള്ളത്. അതിന്റെ ഞെട്ടൽ ഇതുവരെയും ഈ വെഞ്ഞാറമൂടിലുള്ളവർക്ക്, പ്രത്യേകിച്ച് ഈ തിരുവനന്തപുരം ജില്ലയിൽ, കേരളത്തിൽ തന്നെ ഒന്നാകെ ഞെട്ടിച്ചിരിക്കുന്ന വാർത്ത തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വെഞ്ഞാറമൂട് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. വെഞ്ഞാറമൂട് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അന്വേഷണം ഈ പ്രതിയായ അഫാൻ വെഞ്ഞാറമൂട് ഭാഗത്തു നിന്നാണ് ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച ചുറ്റിക ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ വാങ്ങിയത്. മാത്രമല്ല, കൊലപാതകത്തിന് ശേഷം കവർന്നെടുത്ത ഒരു കമ്മൽ പണയം വെച്ചിട്ടുണ്ട്. അത് ചെയ്തിരിക്കുന്നത് വെഞ്ഞാറമൂടിലാണ്. ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ വെഞ്ഞാറമൂട് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം നടക്കുന്നത്. ഈ വെഞ്ഞാറമൂട് നിന്നും ഈ പ്രതിയുടെ വീട്ടിലേക്ക് പോകുന്ന ഭാഗത്തുള്ള ആണ്ടവൻ എന്ന് പറയുന്ന ഒരു സ്റ്റോറിൽ, ആ ഒരു ഹാർഡ്വെയർ സ്റ്റോറിൽ നിന്നുമാണ് ഈ ആയുധം വാങ്ങിയതെന്ന്, ചുറ്റിക വാങ്ങിയതെന്ന് അഫാൻ മൊഴി നൽകിയിട്ടുണ്ട് പോലീസിന്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവിടെ എത്തി കടയുടമയോട് വിവരം തിരക്കിയിരുന്നു. എന്നാൽ ഈ പ്രതിയെ ഓർമ്മയില്ല, ഇങ്ങനെ ഒരു ചുറ്റിക കൊടുത്തായി ഓർക്കുന്നില്ല എന്നാണ് ജീവനക്കാരും ഈ കടയുടമയും പറഞ്ഞത്. അതുപോലെ തന്നെ വെഞ്ഞാറമൂടിൽ തന്നെയുള്ള മണിമുറ്റത്ത് എന്ന് പറയുന്ന ഒരു സ്വകാര്യ ഫിനാൻസ് സ്ഥാപനമാണ്. അവിടെ എത്തി, അവിടെ നിന്നാണ് ഈ പണയം വെച്ചത് എന്നുള്ള മൊഴി പോലീസ് നൽകിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ പ്രതി അവിടെ എത്തിയിട്ടില്ല എന്നും, എന്നാൽ പ്രതി ആ സ്ഥാപനത്തിലെ മുൻപ് അവിടെ എത്തുമായിരുന്നു, അവിടുത്തെ കസ്റ്റമർ ആയിരുന്നു എന്നും പറയുന്നുണ്ട്. നേരത്തെയും പണമിടപാടുകൾ ഈ സ്ഥാപനം വഴി നടത്തിയിട്ടുള്ളതായി ജീവനക്കാർ പറയുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം അവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഇത്തരത്തിൽ വെഞ്ഞാറമൂട് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇത്തരത്തിലാണ് പുരോഗമിക്കുന്നത്. എന്തായാലും ഒരു മാരകമായ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടാണ് ഇത്തരത്തിൽ കൊലപാതക പരമ്പര നടത്തിയതെന്നുള്ളത് ഈ നാടിനെ ഒന്നാകെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. അഭിലാഷ്, അതോടൊപ്പം തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് എന്തിനാണ് ഈ ഒരു ക്രൂര കൊലപാതകം പ്രതി നടത്തിയത് എന്നതിന്റെ ഉത്തരം തേടുക തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അതിന് ഉത്തരം കൃത്യമായി പോലീസിന് ലഭിക്കണമെങ്കിൽ ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുന്ന മാതാവിൽ നിന്ന് മൊഴിയെടുക്കേണ്ടതുണ്ട്. അമ്മയുടെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ്? ഒരു മൊഴിയെടുക്കുന്ന സാഹചര്യത്തിലേക്ക് ആരോഗ്യം മെച്ചപ്പെട്ടിട്ടുണ്ടോ? എന്താണ് അറിയാൻ സാധിച്ചത്? അഫാൻ പോലീസിനോട് ഇന്ന് രാവിലെ മുതൽ തന്നെ പോലീസ് മൊഴിയെടുക്കലും ചെറിയ രീതിയിലുള്ള ചോദ്യം ചെയ്യലും ഒക്കെ അഫാനെ ആശുപത്രിയിൽ വെച്ച് തന്നെ ആരംഭിച്ചിരുന്നെങ്കിൽ ഒരു തരത്തിലും ഒരു കൃത്യമായ രീതിയിലുള്ള ഒരു സഹകരണം പ്രതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്ന് രാവിലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടുത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ എങ്കിലും ഈ സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ ഈ സ്ഥാപനങ്ങളെ കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ പോലീസിന് കൈമാറിയത്. എന്നാൽ കൃത്യമായ ഒരു മൊഴി
പോലീസിന് ഈ മൊഴികളൊന്നും തന്നെ പോലീസ് വിശ്വസിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പ്രതിയുടെ ഈ ചികിത്സയിൽ കഴിയുന്ന മാതാവിനെ ഈ ഘട്ടത്തിൽ ചോദ്യം ചെയ്യാൻ കിട്ടുന്ന അല്ലെങ്കിൽ മൊഴി എടുക്കാൻ പറ്റുന്ന ഒരു ഘട്ടമല്ല. അത് കഴിഞ്ഞാൽ മാത്രമേ ആ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം ലഭിക്കൂ. എന്തായാലും പോലീസ് ഈ പ്രതി നിലവിൽ നൽകിയിട്ടുള്ള മൊഴികളൊന്നും തന്നെ പോലീസ് മുഖവിലേക്ക് എടുത്തിട്ടില്ല. ഇതൊന്നുമല്ല, മറ്റെന്തോ കാരണങ്ങൾ ഇതിനുണ്ട് എന്നുള്ളത് പോലീസിന് വ്യക്തമാണ്. ഈ ഫർസാന എന്ന പ്രതിയുടെ പെൺസുഹൃത്തിനെ ഉൾപ്പെടെ അനിയനെ ഉൾപ്പെടെ കൊലപ്പെടുത്തിയത് വെറും സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ മാത്രമാണെന്നുള്ള ആ ഒരു മൊഴി പോലീസ് വിശ്വസിക്കുന്നില്ല. മാത്രമല്ല പ്രതിയുടെ പിതാവിന് വിദേശത്ത് കടബാധ്യതയുള്ളതായി പറയുന്നുണ്ട്. എന്നാൽ കടബാധ്യത ഉണ്ടെന്നും അതൊന്നും ഈ കൊലപാതകത്തിലേക്കുള്ള ഒരു കാരണം, ഇത്രയും പേരെ ഒരുമിച്ച് ഒരു ദിവസം കൊണ്ട് തന്നെ ഇത്തരത്തിൽ ക്രൂരമായി കൊലപ്പെടുത്താനുള്ള കാരണമായി ഈ പ്രതി പറയുന്നത് പോലീസ് മുഖവിലേക്ക് എടുത്തിട്ടില്ല. എന്തായാലും കൂടുതൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അതിനുശേഷം മാത്രമേ കൃത്യമായ ഒരു വിവരത്തിലേക്ക് എത്താൻ കഴിയൂ എന്നുള്ളതാണ് പോലീസിന്റെ ഇപ്പോഴത്തെ ഭാഷ. തീർച്ചയായും അഭിലാഷ്, ഒരു കാര്യം കൂടി, ഈ കൊല്ലപ്പെട്ടവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടരുകയാണെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. എപ്പോഴത്തേക്ക് പൂർത്തിയാകും? ഒപ്പം ഇവരുടെ ഈ സംസ്കാര ചടങ്ങുകൾ ഇന്ന് തന്നെ ഉണ്ടാകുമോ? എന്തെങ്കിലും വിവരങ്ങൾ അത് സംബന്ധിച്ച് ലഭ്യമാകുന്നുണ്ടോ അഭിലാഷ്? പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടന്നു എന്നുള്ള വിവരമാണ് ലഭ്യമാവുന്നത്. സംസ്കാര ചടങ്ങുകളും ഇന്ന് തന്നെ വൈകുന്നേരത്തോടുകൂടി ഓരോ വീടുകളിൽ നടക്കുമെന്നുള്ളതാണ്. ഏതായാലും ഫർസാനയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് തന്നെ ഉണ്ടാകുന്ന ഒരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും വരും മണിക്കൂറുകൾ മാത്രമേ കൃത്യമായ രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ശരി, അഭിലാഷാണ് വിശദ വിവരങ്ങൾ നൽകിയത്. വെഞ്ഞാറമൂട്ടിൽ പ്രവർത്തിക്കുന്ന ഹാർഡ്വെയർ കടയിൽ നിന്നാണ് കൊലപാതകം നടത്താനുള്ള ചുറ്റിക വാങ്ങിയതെന്നാണ് പ്രതി അഫാന്റെ മൊഴിയുള്ളത്. വെഞ്ഞാറമൂട് തേമ്പാമൂട് റോഡിൽ പ്രവർത്തിക്കുന്ന ആണ്ടവർ ഹാർഡ്സ് വെയേഴ്സിൽ നിന്നാണ് ചുറ്റിക വാങ്ങിയത്. എന്നാൽ കട ഉടമ അയാളെ ഓർക്കുന്നില്ലെന്നാണ് പറയുന്നത്. വെഞ്ഞാറമൂട്ടിലെ മണിമുറ്റത്ത് നിധി എന്ന സ്ഥാപനത്തിലാണ് പ്രതി അഫാൻ സ്വർണം പണയം വെച്ചത്. മുത്തശ്ശിയിൽ നിന്ന് കവർന്ന കമ്മൽ ഇന്നലെ പണയം വെച്ചുവെന്നാണ് പ്രതി മൊഴി നൽകിയത്. ഇത് മേശയിലവർ തട്ടാറില്ലേ, അവരൊന്ന് വാങ്ങുന്ന സാധനമാണ്. അതെ, എന്റെ ഓർമ്മയില്ലെങ്കിൽ അടുത്തെങ്കിലും പോയി അങ്ങനെ പോകുന്നില്ല. അങ്ങനെയൊന്നുമില്ല. നമുക്ക് അറിയാവുന്നതാണ് കാര്യം. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് കാര്യം. ഇതിപ്പോ എങ്ങനെയാണ് കാര്യം, നമ്മളില്ലാ സമയത്തോ കാര്യം ഇവിടെ സമയത്തോ നല്ല ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നതാണ് അല്ലേ, നല്ല റഷീദൊന്നും ഇല്ല. അരുൺ മോഹൻ നൽകും കൂടുതൽ വിവരങ്ങൾ. അരുൺ, നമ്മളിപ്പോൾ ഒരു പ്രതികരണം കേട്ടു. അദ്ദേഹത്തിന്റെ കടയിൽ നിന്നാണ്, അതായത് ആൻഡവേഴ്സ് ഹാർഡ്വെയർസ് എന്ന ഈ കടയിൽ നിന്നാണ് ഈ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ചുറ്റിക വാങ്ങിയതെന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴി. പക്ഷേ ഈ കടയുടമ പറയുന്നു അങ്ങനെയൊരു ചുറ്റിക ഇവിടെ നിന്ന് വാങ്ങിയിട്ടില്ല, അഫാൻ എന്ന പ്രതിയെ താൻ ഓർക്കുന്നില്ല എന്ന് പറയുന്നു. പോലീസ് ഇത് വിശ്വസിച്ചിട്ടുണ്ടോ? എന്താണ് പ്രതിയുടെ മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടുണ്ടോ? എന്താണ് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അരുൺ? ഭവ്യ, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ പറയുന്ന ഈ പ്രതിയുടെ പെൺസുഹൃത്തിന്റെയും പെൺസുഹൃത്ത് ഫർസാനയുടെയും വലിയച്ഛൻ ലത്തീഫിന്റെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകി എന്നുള്ളതാണ് നമുക്ക് ആദ്യം പറയാനുള്ളത്. ഒപ്പം പ്രതിയെ ഇപ്പോഴും പോലീസ് ചോദ്യം ചെയ്തു വരുന്നുണ്ട് എന്നും നമുക്ക് കൂട്ടി വായിക്കാം. കാരണം രാവിലെ മുതൽ, നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ രാവിലെ മുതൽ ഈ പറയുന്ന പ്രതി ചില നിസ്സഹകരണങ്ങളൊക്കെ തുടർന്നു വന്നിരുന്നു. എന്നാൽ അതെല്ലാം ഇപ്പോൾ പോലീസ് നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ചോദ്യം ചെയ്യലിനോടൊപ്പം ഇത് ആശുപത്രിയിലാണ് ഉള്ളതെങ്കിലും കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പോലീസിന് പരിമിതി ഉണ്ടെന്ന് നമുക്കറിയാം. എന്നിരുന്നാലും കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇയാൾ പറയുന്ന പല മൊഴികളിൽ നിന്നും അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ ഇനിയും വിശ്വസനീയമല്ല. അതിന്റെ ഭാഗം തന്നെയാണ് നേരത്തെ ഭവ്യ ചോദിച്ച ചോദ്യം. ഈ പറയുന്ന സാധനം വാങ്ങിയ ചുറ്റികൾ വാങ്ങിയതിനെ കുറിച്ചൊക്കെ ഇനി വരും മണിക്കൂറുകളിൽ പോലീസിനെ ചോദിച്ച് വ്യക്തമാക്കി മനസ്സിലാക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ്. അതേസമയം നമുക്ക് ഈ പറയുന്ന അതിനോടൊപ്പം പറയാനുള്ളത്, ഈ പറയുന്ന ഫർസാനയുടെ മൃതദേഹം ചിറയങ്കിലുള്ള കാട്ടുമുറയ്ക്കൽ ജുമാ മസ്ജിദിലെ കബറടക്കാൻ വേണ്ടിയാണ് കൊണ്ടുപോയിട്ടുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ഈ പറയുന്ന മറ്റുള്ളവരുടെ 4 പേരുടെയും, ഈ പ്രതിയുടെ ഇളയ സഹോദരൻ ഉൾപ്പെടെ 4 പേരുടെയും മൃതദേഹം പാങ്ങോടുള്ള ജുമാ മസ്ജിദിൽ ഇന്ന് സംസ്കരിക്കും. അതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു. ഇനി 2 പേരുടെ മൃതദേഹങ്ങൾ കൂടെ ഇനി 3 പേരുടെ മൃതദേഹങ്ങൾ കൂടെ ഇനി ലഭിക്കാനുണ്ട്. അതിനുവേണ്ടി ബന്ധുക്കൾ ഇവിടെ കാത്തു നിൽക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം അവർക്ക് മൃതദേഹം വിട്ടു നൽകിയാൽ തീർച്ചയായും ഈ പറയുന്ന സംസ്കാര നടപടികളിലേക്ക് പോകും എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. എന്നിരുന്നാലും പ്രതിയെ ഇപ്പോഴും പോലീസ് ചോദ്യം ചെയ്യുന്നു. നമുക്ക് നേരത്തെ പറഞ്ഞിരുന്നത് പോലെ ആരോഗ്യ വകുപ്പിലെ വിവിധ മാനസികാരോഗ്യ വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ
പ്രതിയെ ചോദ്യം ചെയ്യുന്ന കൂട്ടത്തിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. പ്രതിയെ നിരീക്ഷിക്കുന്നുണ്ട്, പ്രതിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കുന്നുണ്ട്. ഈ പ്രതി ലഹരി ഉൾപ്പെടെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കി വരുന്നുണ്ട്. എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് ഇയാൾ അടുത്തിടെ ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന കൂട്ടത്തിലായിട്ടുണ്ട് എന്ന് ചില ആൾക്കാർ വർത്തമാനങ്ങൾ പറയാതെ പറയുന്നു. അത് സ്ഥിരീകരിക്കാനുള്ള വിവരങ്ങളാണ് നമുക്ക് ഇനിയും ഉണ്ട്. എന്തായാലും ഈ പറയുന്ന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം വിട്ടു നൽകിയാൽ അടുത്ത പോലീസിന്റെ ശ്രദ്ധ ഇത് നേരത്തെ ചോദിച്ചതുപോലെ എന്തിനാണ് ഈ കൃത്യം ചെയ്തത്, എന്താണ് ഇതിന്റെ ഉദ്ദേശം, എന്തൊക്കെയാണ് ഇതിന്റെ പിന്നിൽ, ഇയാൾക്ക് ഇതിനുണ്ടായ സാഹചര്യം എന്താണ് തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം പോലീസിന് കണ്ടെത്താനുണ്ട്. പ്രതി എന്തായാലും പോലീസിന്റെ കയ്യിലുണ്ട് എന്നുള്ളതാണ് പോലീസിന് ആശ്വാസം. ഇത്രയും കേരള മനസാക്ഷി അല്ലെങ്കിൽ ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഈ ഒരു കൊല ചെയ്ത പ്രതി ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്നുള്ള ആശ്വാസം മാത്രമാണ്. പക്ഷേ ഇയാൾ എന്തിനു ചെയ്തു, ഏതാണ് എന്നുള്ള ഒരുപാട് ഉത്തരങ്ങൾ കിട്ടാനുണ്ട്. കാരണം അയാൾ പോലീസ് കീഴടങ്ങിയപ്പോൾ തന്നെ പറയുന്നു താൻ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു, വിഷം കഴിച്ചിരുന്നു. ആദ്യം പറഞ്ഞിരുന്നത് കുഴിമന്തിയിൽ എലിവിഷം കലർത്തി കഴിച്ചു എന്ന് ആയിരുന്നു മൊഴി. അതിന്റെ ചികിത്സയായിരുന്നു ഇന്നലെ വൈകിട്ട് മുതൽ ആരംഭിച്ചത്. പക്ഷെ അത് രാവിലെ ആയപ്പോൾ താൻ ശീതളപാനീയത്തിലും വിഷം കലർത്തി കുടിച്ചു എന്നുള്ള മൊഴിയിലേക്ക് അത് മാറ്റുന്നു. എന്തായാലും പോലീസും ആരോഗ്യ പ്രവർത്തകരും ഇദ്ദേഹത്തിന്റെ ഓരോ മൊഴികളും ഇദ്ദേഹം പറയുന്ന രീതികൾ വളരെ ഗൗരവത്തോടെ എടുത്തിട്ട് സസൂക്ഷ്മം വേണ്ട പരിശോധനയും നിരീക്ഷണവും തുടരുകയാണ്. ഭവ്യ, ശരി. 5 പേരെ അഫാൻ കൊലപ്പെടുത്തിയതിന്റെ ഞെട്ടലിലാണ് വെഞ്ഞാറമൂട് പേരുമല നിവാസികൾ. നാട്ടുകാരുടെ എല്ലാം നല്ല രീതിയിലായിരുന്നു അഫാൻ ഇടപെട്ടിരുന്നത്. ഇന്നലെ വൈകുന്നേരം സ്കൂൾ വിട്ട് വന്ന അനുജനെ കാത്ത് ഇഫാൻ വഴിയരികിൽ നിൽക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് ഇരുവരും ഒരുമിച്ച് ബൈക്കിൽ കയറിപ്പോയി. തിരികെ കയ്യിൽ ഒരു കവറുമായി അനുജൻ ഓട്ടോയിൽ വന്നിറങ്ങുന്നത് കണ്ടെന്നും അയൽവാസി ന്യൂസ് 18നോട് പറഞ്ഞു. കൂട്ടക്കൊലപാതകം നടന്ന വെഞ്ഞാറമൂട് പേരുമലയിലെ അഫാന്റെ വീടിനോട് ചേർന്നുള്ള ഒരു കൊച്ചു കടയിലാണ് ഞാനുള്ളത്. ഈ കടയിലാണ് അഫാന്റെ ഉമ്മയും അനിയനുമൊക്കെ സാധാരണയായി അത്യാവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി എത്തിയിരുന്നത്. ഈ കടയിലെ ചേച്ചി നമ്മളോടൊപ്പം ചെയ്തത്. എന്താണ് പേര്? സുന്ദു. എത്ര നാളായിട്ട് അറിയവര്? നമ്മളിവിടെ വന്നിട്ട് 10 വർഷമായി. നമ്മൾ വന്ന ശേഷമാണ് അവർ വന്നത്. അപ്പോഴോട്ടെ ഞങ്ങൾ കട ഇട്ടിട്ട് 4-5 വർഷമായി. കടയുടെ ഉദ്ഘാടനത്തിന് അവരെ വിളിച്ച് വന്ന് സാധനം വാങ്ങിച്ച് അന്ന് തൊട്ടേ കടത്തിനും വാങ്ങിക്കും, പൈസ തന്നും വാങ്ങിക്കും. ഈ ഉമ്മയെ കാണാറുണ്ട്? ഉമ്മ വരും, അവൾ വന്ന് രാവിലെയൊക്കെ ഓടിക്കൊണ്ട് വരും മാവ് വാങ്ങിക്കാനും. കൊച്ചുങ്ങൾക്ക് പോകണമില്ല, പഠിക്കാൻ പോകണോണ്ട് ഓടിക്കൊണ്ട് വരും. നല്ല സ്നേഹമുള്ളവളാണ്. ഈ പയ്യൻ ഇങ്ങോട്ട് വരാറുണ്ടോ? അവനും വരും. ഇപ്പൊ ഒരു 2-3 മാസം കൊണ്ട് അവൻ അങ്ങനെ പറഞ്ഞില്ല. ഇളയ എന്നും വരും, എന്നും കൊച്ചു മോയണ്ടല്ല അവൻ വരും. ഇന്നലെ 4 മണിക്ക് സ്കൂള് വിട്ടു പോണു. 4:30 ഞാൻ ഇവിടെ നിൽക്കായിരുന്നു. കൊച്ചിങ്ങനെ പോവായിരുന്നു. പോയിട്ട് അവിടെ നിൽക്കായിരുന്നു. മൂത്തയാള് ബൈക്കിൽ ഇരിക്കായിരുന്നു. എന്നിട്ട് അവൻ തന്നെ ഇവനെ കയറ്റിക്കൊണ്ട് ഇങ്ങോട്ട് പോണ കണ്ട് ഇങ്ങനെ പോണ കണ്ട് തിരിച്ച് ഇളയാള് മാത്രം സ്കൂട്ടർ ആട്ടയില് വരണുണ്ട്. വന്ന് ഒരു കവറും കൈയിരിക്കായിരുന്നു. ഈ കൊച്ചുമോണ്ടല്ല ആ മോൻ. അപ്പൊ ഒരു 5:30 മണിക്കകത്ത് അത്രയാവുള്ളൂ. അതിനപ്പുറം പോലും 5:30-5:30 വരും. അപ്പൊ ഈ ചേട്ടനെ കണ്ടില്ല? പിന്നെ ഞാൻ അവനെ കണ്ടില്ല. അങ്ങോട്ട് കൊണ്ടുപോണതേ കണ്ടോളൂ. പിന്നെ മൂത്തോനെ കണ്ടിട്ടില്ല. പിന്നെ നിങ്ങൾ എപ്പോഴാണ് ഈ കാര്യം അറിഞ്ഞത്? അത് ജീപ്പ്, പോലീസ് ജീപ്പ് വന്നല്ലേ, ഞങ്ങൾ ഇവിടെ നിൽക്കില്ലേ. ഒരു ജീപ്പ് നിർത്തിയിട്ട് ജീപ്പ് ശകലം ബാക്കിലോട്ട് വന്ന് ഉയരോട്ട് കയറിയപ്പം ഇവിടെ SI സാറിന്റെ വീട്ടിൽ ആരെങ്കിലും ബന്ധുക്കൾ വന്നതായിരിക്കുമെന്ന് വിചാരിച്ചു. അല്ലാതെ ഇങ്ങനെ ഒരു സംഭവം വീട്ടിലെ ഇവൻ ചെയ്യുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂ. എന്നുവെച്ചാൽ എന്തുകൊണ്ടെന്ന് വെച്ചാൽ അറിഞ്ഞോളൂ. ഒരു പാവമാണ് രണ്ടുപേരും. ഇളയനെന്ന് വെച്ചാൽ ഭയങ്കര സ്നേഹമായിരുന്നു. കെട്ടിപ്പിടിച്ചോണ്ടൊക്കെയാണ് ഇവിടെ സാധനത്തിന് പറഞ്ഞത്. നേരത്തെയൊക്കെ ഇപ്പൊ ഒറ്റയ്ക്ക് ഇളയം വരും. എന്നാലും പള്ളിയിൽ രണ്ടുപേരും ഒരുമിച്ചൊക്കെയാണ് പോണത്. ഞാൻ കണ്ടിട്ടുണ്ട്. ബുള്ളറ്റിന്റെ പുറകെ ഇരുത്തിയൊക്കെ. ഈ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പ്രശ്നം അത് നമുക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഈ ഇഫാനെയും സഹോദരനെയും ഉമ്മയെയും കുറിച്ചൊക്കെ നാട്ടുകാർക്ക് പറയാനുള്ളത് നല്ല വാക്കുകൾ മാത്രമാണ്. പിന്നെ എങ്ങനെ ഇങ്ങനൊരു ക്രൂര കൊലപാതകം ചെയ്യാൻ ഇഫാൻ തയ്യാറായി എന്നതാണ് എല്ലാവർക്കും ഇപ്പോഴും ആശ്ചര്യമുണ്ടാക്കുന്നത്. ക്യാമറമാൻ ബിബിൻ ബുറലയ്ക്കൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. പഠനത്തിൽ ഏറെ മിടുക്കിയായിരുന്നു 22-കാരിയായ ഫർസാന. ബന്ധുക്കൾക്കും നാട്ടുകാർക്കും പറയാനുള്ളത് നല്ലതു മാത്രം. ട്യൂഷൻ എന്ന് പറഞ്ഞ് ഇന്നലെ വൈകുന്നേരം മുക്കന്നൂരിലെ വീട്ടിൽ നിന്ന് പുറത്തുപോയ ഫർസാനയുടെ മരണവാർത്തയാണ് ബന്ധുക്കളും നാട്ടുകാരും പിന്നീട് കേട്ടത്. ഈ മെയിൻ റോഡിൽ നിന്ന് ഏതാണ്ട് ഒരു 100 മീറ്റർ അകത്താണ് ഈ പെൺകുട്ടിയുടെ ഫർസാനയുടെ വീട്. നിരവധി ആളുകളാണ് അവൾ പഠിച്ച കോളേജിലെയും അതോടൊപ്പം നേരത്തെ പഠിച്ച സ്കൂളിലെയും ഉൾപ്പെടെയുള്ള അധ്യാപകർ, മറ്റ് സുഹൃത്തുക്കളൊക്കെ ഈ വീട്ടിലേക്ക് എത്തുന്നുണ്ട്.
ഈ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നടുക്കമുളവാക്കുന്ന ഒരു കൊലപാതകം തങ്ങളുടെ ഈ സാധാരണ ഗ്രാമത്തിലെ ഒരു പെൺകുട്ടിക്ക് സംഭവിച്ചതിൻ്റെ ഞെട്ടലിലാണ് ഈ നാടും അവളുടെ ബന്ധുക്കളും. ഇത് പൊതുവേ ഒരു ഒതുങ്ങി കൂടുന്ന ഒരു കുട്ടിയാണ്. പുറത്ത് അങ്ങനെ അധികം ഇവിടെ ഉള്ളതുപോലെ ഒന്നും നമുക്ക് അറിയാൻ കഴിയില്ല. അങ്ങനെ വളരെ ഒതുക്കമുള്ള ഒരു കുട്ടിയാണ്. പഠനത്തിലും നല്ല മികച്ച പഠന നിലവാരമുള്ള ഒരു കുട്ടിയാണ്. ഇവിടെ നിന്ന് ഇന്നലെ ഈ കുട്ടി 3 മണിക്ക് പോയത് ട്യൂഷന് പോകുന്നു എന്നും പറഞ്ഞാണ് വീട്ടിൽ പറഞ്ഞിട്ട് പോയത്. പിന്നെ അതിനുശേഷം എനിക്ക് തോന്നുന്നു ഈ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ട് പോകാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. കുടുംബങ്ങളുടെ അടുത്തേക്ക് പോയി അവരോട് ഈ ഒരു ഘട്ടത്തിൽ സംസാരിക്കുന്നതിൽ ഒരു അനൗചിത്യം ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ വീടിനുള്ളിലേക്ക് കയറാത്തത്. ഇപ്പോഴും ആ വേദനയിൽ നിന്ന് അവർ മുക്തരായിട്ടില്ല. മകളില്ലാതെ എന്ന് വിശ്വസിക്കാൻ ഇപ്പോഴും അമ്മയ്ക്കും സഹോദരനുമൊന്നും കഴിയുന്നുമില്ല. അങ്ങനെ വൈകാരികമായി ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഇവിടെ. ചേതനയേറ്റ മകളുടെ മൃതദേഹം മണിക്കൂറുകൾക്കകം ഈ വീട്ടിലേക്ക് എത്തിക്കും. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ഇന്നലെ ട്യൂഷന് പോവുകയാണെന്ന് പറഞ്ഞ് ചിരിക്കുന്ന മുഖവുമായി ഇവിടെ നിന്ന് ഇറങ്ങിയ ഫർസാന ചേതനയേറ്റ് ഈ വീട്ടിലേക്ക് അവസാനമായി വരുമ്പോൾ എങ്ങനെ അവളുടെ മുഖത്തേക്ക് നോക്കും എന്നറിയാതെ വിതുമ്പുകയാണ് ബന്ധുക്കൾ. വീടിനുള്ളിൽ മകളെ അവസാനമായി ഒരു നോക്ക് കാണേണ്ട ഗതികേടിൽ വീടിനുള്ളിൽ അപ്പോൾ മുതൽ തുടങ്ങിയ നിലവിളി ഇപ്പോഴും തുടരുകയാണ് ഫർസാനയുടെ ഉമ്മയും സഹോദരനും ഉൾപ്പെടെയുള്ള അടുത്ത ബന്ധുക്കളും. ക്യാമറാമാൻ ബിബിൻ മുരളിക്കൊപ്പം ഡയൻ കുര്യൻ, ന്യൂസ് 18. ഇന്നലെ വൈകുന്നേരം 3:30 മണിയോടെയാണ് കൊല്ലപ്പെട്ട ഫർസാനയെ വീടിന് സമീപത്ത് നിന്ന് പ്രതി കൂട്ടിക്കൊണ്ടുപോയത്. ബൈക്കിലെത്തിയ അഫാൻ ഫർസാനയും കൂട്ടി വെഞ്ഞാറമൂട് ഭാഗത്തേക്കാണ് പോയതെന്ന് ഫർസാനയുടെ കുടുംബ സുഹൃത്തും അയൽവാസിയുമായ താഹ പറയുന്നു. ഈ ഫർസാന എൻ്റെ മകനെ പഠിപ്പിക്കുന്ന കുട്ടിയാണ്. എൻ്റെ വീട്ടിൻ്റെ അയൽവക്കത്തുള്ള കൊച്ചാണ്. അപ്പോൾ ഈ ഫർസാന എന്ന് പറഞ്ഞ കുട്ടി ഞങ്ങൾ അയൽവക്കത്ത് 2-3 കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3-3:30 മണിയാകുമ്പോൾ നമ്മുടെ വെഞ്ഞാറോട് ബാബു സ്റ്റോർ എന്ന് പറഞ്ഞ സ്റ്റോറുണ്ട്. അവരുടെ മകളെ കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇവരെ വീട്ടിൻ്റെ അടുത്തായിരുന്നു അവർ താമസിച്ചിരുന്നത്. ഇപ്പം അവർ മുക്കുന്നൂർ ജംഗ്ഷനിലേക്ക് താമസം മാറി. അപ്പോൾ ഈ ഫർസാന ഡെയിലി അവിടെ പോയി പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു 3-3:30 മണിയാകുമ്പോൾ പോയി പഠിപ്പിക്കാറുള്ളത്. എന്നിട്ട് തിരിച്ച് വന്നതിന് ശേഷമാണ് എൻ്റെ മകനെയും ബാക്കി കുട്ടികളെ വീട്ടിൽ വെച്ച് പഠിപ്പിക്കാറുള്ളത്. അപ്പോൾ ഇന്നലെ ഇതുപോലെ മിക്ക ദിവസങ്ങളും കാണാറുണ്ട്, നമ്മൾ സംസാരിക്കാറുണ്ട്, എന്തെങ്കിലും പറയാൻ പോകും. അപ്പോൾ ഇന്നലെ ഇതുപോലെ ഞാൻ വെഞ്ഞാറമൂട്ടിലൊരു വാഹനത്തിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് പോയിട്ട് തിരികെ വരുമ്പോൾ ഈ കുട്ടി നടന്നു പോകുന്നു. അങ്ങനെ വണ്ടി നിർത്തി ഞാൻ ചോദിച്ചു, നീ എവിടെ പോകുന്നു? അതിങ്ങനെ കുട്ടിയെ പഠിപ്പിക്കാൻ, ഞാൻ നമ്മളെ മക്കളെ പഠിപ്പിക്കണ്ടേ, അതുമാതിരി ഞാൻ പറഞ്ഞു അങ്ങ് പോയി. അതിനുശേഷം ഞാൻ വണ്ടിയുടെ ഗ്ലാസ്സിൽ കൂടെ നോക്കുന്നു. ഈ പെൺകുട്ടി എന്നല്ല, സ്വാഭാവികമായിട്ട് ഗ്ലാസ്സിൽ കൂടെ നോക്കും ബാക്കിലോട്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഈ നീല ബൈക്കിലെ പയ്യൻ വരുന്നു. ആ കുട്ടി അവിടുന്ന് ബൈക്കിൽ കയറുന്നു. അത്ര എനിക്ക് കാണാൻ പറ്റും. എൻ്റെ വണ്ടി പാസ് ചെയ്യുന്നു, അവൻ്റെ വണ്ടി പാസ് ചെയ്യുന്നു. അപ്പോൾ 2 വളവുണ്ട്. എത്ര മണിക്ക് സമയം? ഒരു 3:30, 3:20 സമയത്താണ്. പെൺകുട്ടിയുടെ വീടിന്റെ അടുത്താണ്. ഫർസാന്റെ വീടിന്റെ അടുത്താണ്. ഫർസാന്റെ വീടിന്റെ അടുത്താണ്. നേരത്തെ ഇങ്ങനെ അവർ ഈ ആളോട് വരാറൊക്കെ ഉണ്ടായിരുന്നു? ഉണ്ട്. പയ്യന്മാര് പല ദിവസം കണ്ടിട്ടുണ്ട്. ബൈക്കിൽ കൊണ്ടുപോയത് വേറെ പ്രശ്നങ്ങളുള്ള ഇതല്ല. അപ്പോൾ ഈ പയ്യന് ഇങ്ങനെ നമ്മളെ വീട്ടിലറിയാം, കെട്ടിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറ് തന്നെയാണ്. പിന്നെ പയ്യൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല. മകനെതിരായ ലഹരിക്കേസിൽ പ്രതിഭ എംഎൽഎയുടെ മൊഴിയെടുത്തു. ആലപ്പുഴ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ എസ് അശോക് കുമാറാണ് പ്രതിഭയുടെയും മകന്റെയും മൊഴി രേഖപ്പെടുത്തിയത്. മകനെ എക്സൈസ് സംഘം ദേഹോപദ്രവം ഏൽപ്പിച്ചെന്നും ഭയന്നാണ് മകൻ കുറ്റം സമ്മതിച്ചതെന്നും പ്രതിഭ മൊഴി നൽകി. എംഎൽഎ നൽകിയ പരാതിയിലാണ് നടപടി. കഞ്ചാവ് ഉപയോഗിച്ചതിനും കൈവശം വെച്ചതിനും പ്രതിഭ എംഎൽഎയുടെ മകൻ ഉൾപ്പെടെ 9 പേർക്കെതിരെ എക്സൈസ് കേസെടുത്തത് കഴിഞ്ഞ നവംബറിലാണ്. എന്നാൽ മകനെതിരെ ചുമത്തിയത് കള്ളക്കേസാണെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എംഎൽഎ. ഇത് സംബന്ധിച്ച് സിപിഎം നേതൃത്വത്തിനും മുഖ്യമന്ത്രിക്കും എക്സൈസ് വകുപ്പ് മന്ത്രിക്കും പ്രതിഭ പരാതി നൽകിയിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് 2 ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഇന്നും നാളെയുമാണ് ഉഷ്ണതരംഗ സാധ്യത. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാമെന്നാണ് മുന്നറിയിപ്പുള്ളത്. യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ഫോറസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. രൂക്ഷമായ വന്യമൃഗശല്യം തടയുന്നതിന് നടപടിയെടുക്കുക, മനുഷ്യജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. പ്രകടനമായി എത്തിയ പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ ഉന്തും തള്ളുമുണ്ടായി. സണ്ണി ജോസഫ് എംഎൽഎ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പ്രശ്നപരിഹാരത്തിനായി ഇരിട്ടിയിൽ നാളെ ഉപവാസ സമരം നടത്തുമെന്നും എംഎൽഎ പറഞ്ഞു.
മണ്ണാർക്കാട് കാട്ടുപന്നിയെ ഉന്നമിട്ട് വെച്ച വെടി ഉന്നം തെറ്റി ട്രാൻസ്ഫോമറിൽ കൊണ്ടു. വെടിയേറ്റ തുളയിലൂടെ ഓയിൽ ഒലിച്ചുപോയി. ട്രാൻസ്ഫോമർ തകരാറിലായി. രാത്രി വരെ പ്രദേശത്ത് വൈദ്യുതി മുടങ്ങി. കാട്ടുപന്നിയെ ഉന്നം വെച്ചാണ് വെടിവെച്ചത്. ഉന്നം ലേശമൊന്ന് തെറ്റി. പന്നിക്ക് പകരം കൊണ്ടത് ട്രാൻസ്ഫോമറിൽ. വെടിയുണ്ട തുളഞ്ഞുകയറിയ തുളയിലൂടെ ട്രാൻസ്ഫോമറിനുള്ളിലെ ഓയിൽ ചോർന്ന് പുറത്തേക്കൊഴുകി. ട്രാൻസ്ഫോമർ പണിമുടക്കിയതോടെ മോദിക്കൽ മേഖലയിലെ 200 കുടുംബങ്ങളിലെ വൈദ്യുതി വിതരണം മുടങ്ങി. അടുത്ത ദിവസമാണ് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത്. 2.5 ലക്ഷം രൂപയുടെ നഷ്ടമാണ് KSEB കണക്കാക്കുന്നത്. നഷ്ടം പഞ്ചായത്ത് നൽകണമെന്നാണ് KSEBയുടെ ആവശ്യം. ട്രാൻസ്ഫോമർ കേടാക്കിയതിൽ പോലീസിൽ പരാതിയും നൽകി. മണ്ണാർക്കാട് കുമരംപുത്തൂർ പഞ്ചായത്തിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായതിനെ തുടർന്നാണ് കാട്ടുപന്നിയെ വെടിവെക്കാൻ തീരുമാനിച്ചത്. ചങ്ങലേരി മോദിക്കൽ ഭാഗത്ത് കാട്ടുപന്നി വേട്ടയ്ക്കിടെയാണ് അപകടമുണ്ടായത്. വെടിയുണ്ട കല്ലിൽ കൊണ്ട് തെറിച്ചെന്നാണ് വെടിവെച്ചയാൾ പറയുന്നത്. മോദിക്കൽ റോഡിലെ ഇടിഞ്ഞാടി റോഡ് ജംഗ്ഷനിലെ ട്രാൻസ്ഫോമറിനാണ് കേടുപാട് സംഭവിച്ചത്. പ്രദേശത്തെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കാൻ സമീപകാലത്ത് സ്ഥാപിച്ചതാണ് പുതിയ ട്രാൻസ്ഫോമർ. ന്യൂസ് 18 മണ്ണാർക്കാട്. കാസർകോട് കൊളത്തൂരിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയ പുലിയെ ജനവാസ മേഖലയിൽ തുറന്നുവിട്ടതായി പരാതി. ബെള്ളൂരിനോട് ചേർന്നുള്ള കാട്ടിലാണ് തുറന്നുവിട്ടതെന്നും പുലി വീണ്ടും നാട്ടിലിറങ്ങുമെന്നും പ്രദേശവാസികൾ പരാതിപ്പെടുന്നു. കൊളത്തൂർ നെടുവോട്ട് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ ഞായറാഴ്ച രാത്രി 9:15 പുലി കുടുങ്ങിയത്. 5 വയസ്സുള്ള പെൺപുലി കൂട്ടിലായ രാത്രി തന്നെ മൃഗഡോക്ടറുടെ പരിശോധനയ്ക്ക് ശേഷം ഉൾക്കാട്ടിലേക്ക് തുറന്നുവിട്ടു. പുലിയെ തുറന്നുവിട്ടത് കർണാടക അതിർത്തിയിലുള്ള നെട്ടണികെ കൊളത്തിലപ്പാറ വനത്തിലാണെന്ന് പ്രചാരണം. പുലിയുമായി വനം വകുപ്പ് വാഹനങ്ങൾ പോകുന്ന CCTV ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുമുണ്ട്. ഇതോടെ ബെള്ളൂർ, കിന്നിഗാർ, വാണിനഗർ, പാണാജെ, സ്വർഗ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ആശങ്കയിലായി. പുലി വീണ്ടും നാട്ടിലിറങ്ങുമോ എന്നാണ് ഇവരുടെ ഭയം. ഞങ്ങളിപ്പോൾ നാട്ടുകാർ മൊത്തം ഒരു പ്രതിഷേധത്തിലാണ്. എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഇനിയിപ്പോൾ രാത്രി സുഖമായിട്ട് കടന്നുറങ്ങാൻ ഒരു ധൈര്യമില്ലാതെ സ്ഥിതിയാണ് ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലെ ബെള്ളൂർ പഞ്ചായത്തിൽ. എന്താന്ന് പറഞ്ഞാൽ എല്ലാവരും ഈ ഫോറസ്റ്റിൻ്റെ കീഴിലാണ് വീട്. ചെറിയ ചെറിയ കുട്ടിയുണ്ട്. കുഞ്ഞുമല്ല ഈ കാട്ടിലെ നടന്നിട്ട് പോകേണ്ടത്. സ്കൂളിലേക്ക് പോകേണ്ട റോഡാണ്, ബയ്യാണ്. അടുത്ത മാസം SLC പരീക്ഷയും മാർച്ചിൽ പരീക്ഷ എല്ലാം നടക്കേണ്ടതാണ്. ഈ ഭയന്നിട്ട് സ്കൂളിലേക്ക് പോകാതെ ഇരുന്നാൽ ഈ കുട്ടിയോ എങ്ങനെ പഠിക്കൂ, എങ്ങനെ ഈ ഭാഗത്തെ പോവും. ഈ മാസം 5 മടന്തക്കോട് ഗുഹയിൽ കുടുങ്ങിയ പുലി മയക്കുവെടി വയ്ക്കുന്നതിനിടെ രക്ഷപ്പെട്ടിരുന്നു. ഇത് വനം വകുപ്പിന്റെ വീഴ്ചയാണെന്ന് വ്യാപകമായ ആക്ഷേപം ഉണ്ടായിരുന്നു. പുലി കുടുങ്ങിയ ഗുഹയ്ക്ക് 1 കിലോമീറ്റർ അകലെയാണ് കൂട് വെച്ചതും ഞായറാഴ്ച കെണിയിൽ വീണതും. എന്നാൽ പുലിയെ എവിടെയുള്ള വനത്തിലാണ് തുറന്നുവിട്ടതെന്ന് വനം വകുപ്പ് അധികൃതർ വെളിപ്പെടുത്തിയിട്ടില്ല. ന്യൂസ് 18 കാസർഗോഡ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ചുങ്കത്തറയിൽ LDFന് ഭരണം നഷ്ടമായി. UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. CB അനുമോദ് ചേരും. വിവരങ്ങളുമായി അനുമോദ്, ഈ LDFന് ഭരണം പോകുമോ എന്നുള്ളൊരു വലിയ ചോദ്യം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും ഭരണം പോയിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. നേരത്തെ തന്നെ ഈ വോട്ടെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുൻപായി ഈ LDFും UDFും തമ്മിലുള്ള ഒരു സംഘർഷമടക്കം നമ്മൾ കണ്ടതാണല്ലോ. എന്താണ് വിശദാംശം? ഭവ്യ, LDFന്റെ ഭരണം ചുങ്കത്തറ പഞ്ചായത്തിൽ നഷ്ടമായിരിക്കുന്നു. 11-9 എന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. LDFന്റെ ഭാഗമായിരുന്ന ലുസൈബ അവർ UDFന്റെ ഭാഗമായി മാറി. അവർ UDFന് അനുകൂലമായി നിന്നതോടെയാണ് ചുങ്കത്തറയിൽ LDFന് ഭരണം നഷ്ടമായത്. ഇതെല്ലാം തന്നെ ഇതിന്റെ ആസൂത്രകനായി കാണുന്നത് PV അൻവറിനെ തന്നെയാണ്. PV അൻവർ തന്റെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു തിരിച്ചുവരവിന്റെ ആദ്യ പടിയായിട്ടാണ് ഈ വിജയത്തെ കാണുന്നത്. ഇപ്പോൾ VS ജോയ് സംസാരിക്കുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ മെമ്പറുടെ ഭർത്താവിനെയും ഒക്കെ ആക്രമിക്കാൻ, അപായപ്പെടുത്താനുള്ള ശ്രമം പറയുന്നു. പിടിച്ചെടുത്ത ഈ പഞ്ചായത്ത് ഞങ്ങൾ തിരിച്ചു പിടിച്ചിരിക്കുന്നു. ഇത് തൃശൂർ പൂരത്തിന് മുമ്പുള്ള സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ്. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പഞ്ചായത്തുകൾ, നിലമ്പൂർ മുനിസിപ്പാലിറ്റിയും പോത്തുകൽ പഞ്ചായത്തും അമരമ്പലം പഞ്ചായത്തും ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾ ഞങ്ങൾ തിരിച്ചു പിടിക്കും. PV അൻവറിലൂടെ ഞങ്ങളിൽ നിന്ന് പറിച്ചെടുത്ത മുഴുവൻ പഞ്ചായത്തുകളും PV അൻവറിലൂടെ തന്നെ പിണറായിയിൽ നിന്ന് ഞങ്ങൾ അതിന്റെ പേരിൽ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ഞങ്ങൾ പറയുന്നു, PV അൻവറിനെ രാഷ്ട്രീയപരമായി സംരക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അദ്ദേഹത്തിന്റെ രോമത്തിൽ പോലും സ്പർശിക്കാൻ ഒരാളെയും ഞങ്ങൾ അനുവദിക്കില്ല. ജനാധിപത്യത്തിലെ
കൂട്ടക്കൊല ചെയ്യാൻ നടത്തിയ CPM-ന്റെ കാട്ടുനീതിക്കെതിരെയുള്ള ഏറ്റവും വലിയ വിജയമാണ് ചുങ്കത്തറയിൽ വന്നിട്ടുള്ളത്. അതോടൊപ്പം കരുളായിൽ ഇന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പ്, നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ തന്നെ നടന്ന കരുളായി ഉപതെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ 60-ൽ പരം വോട്ടുകൾക്കാണ് ഞങ്ങൾ ജയിച്ചതെങ്കിൽ ഇത്തവണ 397 വോട്ടുകൾക്ക് ഞങ്ങൾ വിജയിക്കാൻ കഴിഞ്ഞു. ഇത് നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരു സെമി ഫൈനലാണ്. ഒരേ ദിവസം ചുങ്കത്തറയിലും കരുളായിലും CPM-ന് ലഭിച്ചിരിക്കുന്നത് ഈ രക്തപ്രകരമാണ്, ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ഇരട്ടി മധുരമാണ്. തീർച്ചയായും ഞങ്ങൾ വിജയിപ്പിച്ച ജനാധിപത്യത്തോടൊപ്പം ചേർന്ന് നിന്ന മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെ ഞങ്ങൾ അഭിവാദ്യം ചെയ്യുക. എന്താ പറയാനുള്ളത്? ചുങ്കത്തറയിൽ LDF-ന് ഭരണം നഷ്ടമായിരിക്കുന്നു. UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. എന്തായാലും ഇതിന് പിന്നിൽ ചുക്കാൻ പിടിച്ച PV അൻവർ MLA രാഷ്ട്രീയമായി പിന്തുണയ്ക്കുമെന്നുള്ള പ്രഖ്യാപനമടക്കം ഇപ്പോൾ നേതാക്കൾ നൽകി കഴിഞ്ഞു. CB അനുമോദാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 860, പവൻ 64,480. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 6,640, പവൻ 53,120. വെള്ളി ഗ്രാമിന് 106, കിലോയ്ക്ക് 1,06,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ഇനി ഇടവേളയ്ക്ക് ശേഷം കാണാം സ്പോട്ട് ലൈവ്. ആര്യാർ ദേവൻ ചേരും. നമസ്കാരം.